ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കുറച്ച് സിമ്പിൾ ഗെയിംസ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കളിച്ചുകൊണ്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന കോയിൻസ് UPIയിലോട്ടും അതുപോലെ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് അതുപോലെ ആമസോൺ ഗിഫ്റ്റ് കാർഡൊക്കെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടിപൊളി ആപ്ലിക്കേഷനാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറയാം. ആപ്ലിക്കേഷൻ്റെ പേര് ഗിഫ്റ്റ് ഗാലക്സി എന്നാണ്. ഓക്കെ, അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. നേരെ വീഡിയോയിലോട്ട് പോകും. അതിനുമായിട്ട് നമ്മൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു വീഡിയോ കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നെ അങ്ങോട്ട് നേരം കറക്റ്റായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യണം, നേരെ വീഡിയോയിലോട്ട് പോകും. സോ ഗൈസ്, നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്ലേ സ്റ്റോറിലോട്ട് പോകും. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, സോ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങളോട് ഇൻവൈറ്റ് കോഡ് എൻ്റർ ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ആ ഒരു ഇൻവിറ്റേഷൻ കോഡ് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ടാവും. ആ ഒരു കോഡ് എൻ്റർ ചെയ്യാതിന് ശേഷം സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് ഇതിലോട്ടൊന്ന് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇതിൽ ആപ്ലിക്കേഷനിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. സോ അതിനുശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് നിങ്ങൾ ഇതുപോലെ വരുന്നതായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഇവിടെ ആയിട്ട് എല്ലാ സെൽഫ് ഫീഡിങ് ഓപ്ഷൻസ് ഇവിടെ ആയിട്ടുണ്ട്. ഈ ഒരു ഹോം പേജിലുണ്ട്. പിന്നെ നമ്മളുടെ വാലറ്റ് കാണാൻ പറ്റും. ഇപ്പോൾ എൻ്റെ വാലറ്റിലാണ് 900 കോയിൻസ് അവൈലബിൾ ആണ്. ഓക്കെ, ഞാനിവിടെ സിമ്പിളായിട്ട് ഏൺ ചെയ്തതാണ്. ഓക്കെ, അതുപോലെ തന്നെ ഷെയർ ബട്ടൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സെൽഫ് ഫീഡിങ് ഓപ്ഷൻസ് തന്നെ നമുക്ക് ആദ്യം തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ സെൽഫ് ഫീഡിങ് ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മുകളിലായിട്ട് കാണാൻ പറ്റും. അതായത് പ്ലേ ക്യൂസ് എൻഹാൻസ് യുവർ നോളേജ് എന്ന് കാണാൻ പറ്റും. പക്ഷേ അത് കളിച്ചിട്ട് ഏൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതായത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ട് 10 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. 10 ഞാൻ 6 കംപ്ലീറ്റ് ചെയ്തിട്ട് എനിക്ക് കോയിൻസ് കിട്ടിയില്ല. അതായത് ഞാൻ കാണിച്ചു തരാം. സിമ്പിളായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് ആൻസർ ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ 10 നിങ്ങൾ 10 കറക്റ്റ് ആക്കാനും ചിലപ്പോൾ നിങ്ങൾക്ക് കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളെ ആ ഒരു ക്യൂസിൻ്റെ ഓപ്ഷൻ വരുന്നത്. ഓക്കെ, പിന്നെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പ്ലേ ഫൺ ഗെയിംസ് കൊണ്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിലാണ് നമുക്ക് ഗെയിംസ് വരുന്നത്. അതായത് ഗെയിംസ് കളിച്ചിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ആയിട്ടാണ്. ഓക്കെ, ഇവിടെ ആയിട്ട് കുറേ ഗെയിംസ് ഉണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു വാട്ടർ സോട്ട് എന്ന് പറയുന്ന ഗെയിമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിം എടുക്കാം. ഏത് ഗെയിം എടുത്താലും നിങ്ങൾക്ക് കളിക്കണം എന്നില്ല. ജസ്റ്റ് വെറുതെ ഓപ്പൺ ചെയ്ത് ഇങ്ങനെ വെറുതെ വെച്ചാൽ മതി, നിങ്ങൾക്ക് കോയിൻസ് ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും അത് ലൈവായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ വാട്ടർ സോട്ട് എന്ന് പറഞ്ഞ ഗെയിം ഞാൻ ജസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളോട് പറയുന്നത് വാച്ച് ആഡ് ടു സ്റ്റാർട്ട് ദ ഗെയിം. അതായത് ആ ഒരു ആഡ് വാച്ച് ചെയ്താലാണ് നിങ്ങൾക്ക് ആ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് കൺഫേമിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു ആഡ് ലോഡാവും. അപ്പോൾ അതൊരു നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ആഡ് ഞാൻ ജസ്റ്റ് ഫുൾ വാച്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാണാൻ പറ്റും ആ ഒരു ഗെയിമിൻ്റെ ആ ഒരു പേജിലോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, അപ്പോഴായിട്ട് നമുക്ക് ഈ ഒരു പ്ലേ ലെവലിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഗെയിം പ്ലേ ചെയ്യാം. പക്ഷേ നമുക്കത് കളിക്കുകയൊന്നുമില്ല. ജസ്റ്റ് ഇങ്ങനെ വെയിറ്റ് ചെയ്താലും മതി. നിങ്ങൾക്ക് മുകളിലായിട്ടൊരു യെല്ലോ ഒരു സംഭവം കൗണ്ട് ഡൗൺ, ആ ഒരു കൗണ്ട് ഡൗൺ ഇങ്ങനെ പോകുന്ന കാണാൻ പറ്റും. ആ ഒരു ടൈമർ കണ്ടില്ലേ, അങ്ങനെ പോകുന്നത് കാണാൻ പറ്റും. നിങ്ങൾ ഫുൾ ആവുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെറുതെ വെയിറ്റ് ചെയ്ത വരെ നിങ്ങൾക്ക് ജസ്റ്റ് ഗെയിം കളിക്കുക. ജസ്റ്റ് പ്ലേ ലെവൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലോഡാവും. അപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്യുക. സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആദ്യം ട്യൂട്ടോറിയൽസ് ഉണ്ട്. ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ പോലെ നിങ്ങൾക്ക് കളിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒരു ലെവൽ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ വെറുതെ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് കളിക്കുക. അപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ മുകളിലായിട്ട് ആ ഒരു കൗണ്ട് ഡൗൺ പോകുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ വെറുതെ വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് വെറുതെ ഗെയിം കളിക്കുക നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഈ ഒരു ഗെയിം എങ്ങനെയാണ് കളിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ജസ്റ്റ് കളിക്കുക. അപ്പോൾ ആ ഒരു കൗണ്ട് ഡൗൺ കഴിയാറായിട്ടുണ്ട്. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഓക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ജസ്റ്റ് ഗെയിം കളിക്കാം. ഓക്കെ, ഇപ്പോൾ കൗണ്ട് ഡൗൺ കഴിഞ്ഞിട്ടുണ്ട്. കൗണ്ട് ഡൗൺ കഴിയുമ്പോൾ താഴായിട്ട് കാണാൻ പറ്റും ഗെയിം റിവാർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും ഗെയിം റിവാർഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതിനർത്ഥം അവർക്ക് റിവാർഡ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ നമുക്ക് നേരെ ബാക്കിലോട്ട് പോകാം. ഓക്കെ, ബാക്ക് അടിച്ച് നമുക്ക് ജസ്റ്റ് വാലറ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ കാണാൻ പറ്റും 1000 ഇപ്പോൾ എൻ്റെ 1000 കോയിൻസ് ഉണ്ട്. അതായത് 100 കോയിൻസ് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഗെയിം എന്ന് പറഞ്ഞിട്ട് 100 കോയിൻസ് എൻ്റെ കയ്യിൽ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഗെയിം കളിച്ച് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗെയിമിൽ കളിക്കാം. ഇത് ലിമിറ്റും കാര്യങ്ങളും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഗെയിം കളിക്കുക. ഓക്കെ, കളിച്ച ഗെയിം തന്നെ ആണെങ്കിലും വീണ്ടും കളിച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ അങ്ങനെ കളിച്ച് ഫുള്ള് ഡെയിലി നിങ്ങൾക്ക് മാക്സിമം എത്ര പറ്റുന്ന അത്ര നിങ്ങൾ ഇതിൽ കോയിൻസ് ഏൺ ചെയ്യുക. ഓക്കെ, 100 കോയിൻസ് ഓരോ ഗെയിംസും നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് സംഭവം വരുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിംസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളിച്ചിട്ട് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തായിട്ട് വരുന്നത് വെച്ചാൽ ജോയിൻ ടെലിഗ്രാം എന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ടെലിഗ്രാം ചാനലിലോട്ട് പോകും. അപ്പോൾ അതിൽ നിങ്ങൾ ജോയിൻ ചെയ്താലും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ നേരെ ബാക്ക് വന്നിട്ടുണ്ടെങ്കിൽ 500 കോയിൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കും. ഓക്കെ, സോ അത് നിങ്ങൾ എന്തായാലും ചെയ്യുക. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബാക്ക് വന്നാലും മതി, നിങ്ങൾക്ക് 500 കോയിൻസ് സിമ്പിളായിട്ട് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തായിട്ട് വരുന്നത് വെച്ചാൽ ഇവിടെ കുറച്ച് ഓഫേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സ്പീഡ് ലുഡോ, കോൾ ബ്രേക്ക് അങ്ങനെയുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. 5000 കോയിൻസ് ഒക്കെ വെച്ച് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സെൽഫ് ഫീഡിങ് ഓപ്ഷൻസ് വരുന്നത്. പിന്നെ മുകളിലായിട്ട് സ്പിൻ വീൽ ഉണ്ട്. അപ്പോൾ സ്പിൻ വീൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വേറെ പേജിലോട്ടാണ് പോകുന്നത്. അപ്പോൾ സ്പിന്നിൽ ക്ലിക്ക് ചെയ്ത് കറക്റ്റ് ആണെന്ന് അറിയില്ല, അത് നോക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് വെറുതെയാണ്, വേറൊരു പ്രൊമോഷനൊക്കെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സെൽഫ് ഫീഡിങ് ഓപ്ഷൻസ് ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ അവിടെ ഷെയർ ബട്ടൺ ഉണ്ട്. അതായത് ഷെയർ ഇൻവൈറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. നിങ്ങളുടെ റെഫറൽ കോഡ് കാര്യം കാണാൻ പറ്റും.
അപ്പോൾ പെർ ഓഫർ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 5% കമ്മീഷൻ ആൻഡ് 4000 കോയിൻസ്. അത് 4000 കോയിൻസ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോം പേജിലുള്ള ഓഫേഴ്സ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് 4000 കോയിൻസ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ 5% കമ്മീഷൻ കിട്ടും, 4000 കോയിൻസ് കിട്ടും അവരുടെ ഈ ഒരു ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ, അതായത് ഇവിടെ ആയിട്ട് ഓഫേഴ്സ് ഉണ്ടല്ലോ, ഇത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ഇൻവിറ്റേഷൻ കാര്യങ്ങളും വരുന്നത്. വേറെ പ്രത്യേകിച്ച് ഏണിംഗ് ഓപ്ഷൻസ് കാര്യമില്ല. പിന്നെ ഇവിടെ ഡെയിലി ചെക്കിനുണ്ട്, ഞാനത് പറയാൻ മറന്നുപോയി. ഡെയിലി ചെക്കിന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കോയിൻസ് കാണാൻ പറ്റും. അങ്ങനെ ഡെയിലി ചെക്കിനിൽ കോയിൻസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും 200 കോയിൻസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടും. പിന്നെ ഇവിടെ പ്രോമോ കോഡ് എൻ്റർ ചെയ്യാം. അതിനായിട്ട് നമ്മൾ ടെലിഗ്രാമിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രോമോ കോഡ് ഇടുമ്പോൾ നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് എൻ്റർ ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത്. നമുക്ക് വിഡ്രോയിൽ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് വാലറ്റിൽ വരാം. അപ്പോൾ എൻ്റെ 1200 കോയിൻസ് ഉണ്ട്. 1200 കോയിൻസ് ഉണ്ടെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. ഇതിലിപ്പം കോയിൻസിൻ്റെ വാല്യൂ കുറച്ച് ഹയർ ആണ്. അതായത് 10000 കോയിൻസ് ഉണ്ടെങ്കിലാണ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ മിനിമം വിഡ്രോയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ UPIയിലൂടെ ആണെന്നുണ്ടെങ്കിൽ 12000 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപ വിഡ്രോ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിൽ കോയിൻസ് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അത്രയും കോയിൻസ് ആകുമ്പോൾ നിങ്ങളിവിടെ വന്നിട്ട് വിഡ്രോ ചെയ്യുക. 12000 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപ വിഡ്രോ ചെയ്യുക. അപ്പോൾ വിഡ്രോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഐഡിയും നെയിമും കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ 10000 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപയുടെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് എടുക്കാൻ പറ്റും. പിന്നെ 25000 കോയിൻസ് ഉണ്ടെങ്കിൽ 25 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് കാർഡ്, 50000 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപയുടെ ആമസോൺ ഗിഫ്റ്റ് കാർഡ്, പിന്നെ 25 രൂപയുടെ UPI വിഡ്രോയിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ 11000 കോയിൻസ് ഉണ്ടെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡൊക്കെ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്ര വിഡ്രോൽ ഓപ്ഷൻസാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. അപ്പോൾ എന്തായാലും നല്ലൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനുള്ളത്. താല്പര്യമുള്ളവർ യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു അടിപൊളി സെൽഫ് ഹെഡിങ് ആപ്ലിക്കേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.